ജോസഫേട്ടാ, എന്തോ ഇതെന്താ? അത് വാടക കരാറ്. അത് മനസ്സിലായി. ഇത് വാടക. നിങ്ങൾ വാടകയ്ക്കല്ലേ? അല്ലേ? അതല്ല, വാടക കൂട്ടിയപ്പോ പിന്നെന്താ കുറയ്ക്കണം? അത് ഒറ്റയടിക്ക് 1000 രൂപയോ? ഒറ്റയടിക്ക് 1000 രൂപ അല്ല, 1000 രൂപ. അത് ഒറ്റയടിക്ക് കൂട്ടിയല്ല. നിങ്ങൾ ഈ വീട്ടിൽ കയറി പിന്നെ എന്തെങ്കിലും വാടക കൂട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? പിന്നെ എന്തിനിപ്പോ കൂട്ടണ്? എപ്പോഴെങ്കിലും കൂട്ടണ്ടേ കുഞ്ഞെ? എന്നാലും പെട്ടെന്ന് ഇങ്ങനെ. പെട്ടെന്നൊന്നും അല്ല. ഈ സിറ്റിയിൽ ഇത്രയും സൗകര്യത്തിന് വീട് കിട്ടണമെന്നുണ്ടെങ്കിൽ ലക്കി ആയിരിക്കണം. ആരായാലും ലക്കിയാണ്. എടാ, ഇത്രയും കുറഞ്ഞ വാടക കിട്ടണമെന്നുണ്ടെങ്കിൽ മഹാലക്കി ആണ്. മഹാലക്കിയല്ല. നിങ്ങൾ സൂപ്പർ ലക്കി, ഹൗസ് ഓണർ അൺലക്കി ആയിട്ട് പോകുന്നത് ന്യായമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? അതല്ല, ഇതിനെപ്പറ്റി പ്രീതി ചേച്ചി ഒന്നും. പ്രീതി ജോസഫ് എൻ്റെ ഭാര്യ പറഞ്ഞു തന്നെ അറിയണം എന്നാണോ? ഞാൻ പറഞ്ഞാലും പോരെ? അല്ല, ഇതെപ്പോ തൊട്ടാ? ഇന്ന് തൊട്ട. ശരിക്കും മുൻകാല പ്രാബല്യത്തോടെ കൂട്ടേണ്ടതായിരുന്നു. പിന്നെന്തേ? ഞാൻ കണ്ണിച്ചോര ഇല്ലാത്ത ഒരു ഉടമസ്ഥനല്ലാത്തവൻ. അല്ല, നിനക്ക് താല്പര്യം പറഞ്ഞാൽ മതി, വേറെ ആള് നിപ്പുണ്ട്. ഇതെന്താ ഇവിടെ തൂരും തുടയൊന്നും ഇല്ലേ? അതൊക്കെ ഉണ്ട്, ഇന്നില്ല. ഇത് കണ്ടാലേ കുറെ നാളായിട്ട് തുടയ്ക്കാതെ കിടക്കുന്ന പോലെയാണല്ലോ തോന്നുന്നു. അത് ശരിയാക്കാ ജോസഫേട്ടാ. ഇതാണ് ഈ ബാച്ചിലേഴ്സിന് വീട് കൊടുത്താലുള്ള കുഴപ്പം. ഒന്നാമത്തെ കാര്യം, വീട് വൃത്തിക്ക് നോക്കത്തില്ല. രണ്ടാമത് വാടക കൃത്യമായിട്ട് കിട്ടത്തില്ല. മൂന്നാമത്തെ കാര്യം, വാടക കൂട്ടിയാൽ മുഖം വീർപ്പിച്ച് നിൽക്കും. വാടകയ്ക്ക് വീട് കൊടുക്കുന്ന പുണ്യത്തിനാണോ? പുണ്യം കിട്ടുന്നുണ്ടെങ്കിലും വാടക കറക്റ്റ് കിട്ടണില്ലേ ജോസഫേട്ടാ? കിട്ടി. ചോദിച്ചോ, ഈ മാസത്തെ വാടക എപ്പോഴാ തന്നതെന്ന്. അതെ, ആ ചൂലും വെക്കുന്നതിനും ഉണ്ടോ? ഞാൻ തന്നെ എല്ലാം കഴുകി ക്ലീൻ ആക്കി തന്നിട്ട് പോവാം. ഞാൻ 3 ദിവസം ലീവ് എടുത്തപ്പോ നീ ഇവിടെ വേറെ പണിക്കാരനെ വെച്ചോ? ആരാടാ ഈ ബംഗാളി? ബംഗാളി നിന്റെ നിങ്ങളായിരുന്നോ? ബേബി ചേച്ചി ഒരു 3 ദിവസം ഇവിടുന്ന് മാറുന്നപ്പോഴേക്കും വീടാകെ വൃത്തികേടായി പോയെന്ന് പറയുന്നത്. ആര്, നീയാ? ഞാനല്ല, ജോസഫേട്ടൻ. പിന്നല്ല. എടാ, ഇത് എന്തൊരു കോലമാടാ ഇത്. ഇതെന്തുവാ, വീടോ ചന്തയോ? തിരുവനന്തപുരത്ത് ഒരു സ്ഥലമുണ്ട്, വിളപ്പിൽശാല എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ ചവറുകൂനക്ക് ഇതിനേക്കാളും വൃത്തിയുണ്ടല്ലോടാ. ഈ നിലയ്ക്ക് ഞാൻ 1 മാസം ലീവ് എടുത്തിരുന്നെങ്കിൽ ഇവിടെ എന്തായന കാര്യങ്ങള്? ഇത് വാടക വീടായത് നിന്റെയൊക്കെ ഭാഗ്യം. ആരാന്റെ അല്ലേ? ഇതിന്റെ ഉടമസ്ഥനെങ്ങാണം കണ്ട അയാള് ചങ്ക് പൊട്ടി ചാവൂടാ. കഷ്ടം. ഞാൻ വല്ലോ ആയിരിക്കണമായിരുന്നു ഹൗസ് ഓണർ. പെട്ടിയും പ്രമാണവും എടുപ്പിച്ച് എല്ലാത്തിനും നാട് കടത്തിയാന് അല്ലേ സാറേ? ഐ നോ സാർ. പിന്നെന്താ പറഞ്ഞത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പുള്ളി ആളൊരു പാവ. കഴിക്കാൻ എന്തെങ്കിലും പറയാം. കുടിക്കാൻ എന്തെങ്കിലും വേണം? വിളിക്കാടാ. വിളിച്ചാ മതി. ഹലോ, ഞാൻ ഇവിടെ കടയിലുണ്ട്. വിശേഷല്ലേ ഉള്ളൂ. ഇല്ല, കഴിച്ചിട്ടില്ല. അത് പേടിക്കാനൊന്നുമില്ല. വേറെ പ്രശ്നമൊന്നുമില്ല. ഞാനിവിടെ ഇല്ലേ. ഒരു മിനിറ്റ് കേട്ടോ. എന്താ നിന്റെ പണി? എന്ത് പണി? ഇവിടെ പറഞ്ഞു. നീ ആരോടായി സംസാരിച്ചോണ്ടിരിക്കണേ? ഞാൻ ആരോട് സംസാരിച്ചു? എന്താ ലൈവ് റെക്കോർഡിംഗാ? റെക്കോർഡിംഗാ? എന്താ പ്രശ്നം? എന്താ കാര്യമെന്ന് പറയേച്ചി? നീ ആരോടാ സംസാരിക്കണേ? ഇതെന്തെനിക്ക് ആരോട് സംസാരിക്കാൻ പാടില്ലേ? ഇതെന്താ വെള്ളരിക്ക കഫേ? അപ്പൊ നീ ഫോൺ തരില്ല? ഞാൻ ഫോൺ തന്നെ. ഞാൻ പോലീസിനെ വിളിക്കും. എന്നാ ഫോൺ വിളിക്ക്. നീ ആരാന്നാ നിന്റെ വിചാരം? ഇവനാരാ നിന്റെ സ്പൈയാ? അല്ലാതല്ല. നിനക്ക് ദിവ്യയുടെ തനി സ്വഭാവം മനസ്സിലായിട്ടില്ല. എന്ത് പണ്ടാറടങ്ങണ നീ എന്നോട് സോറി പറഞ്ഞേ? ഒളിഞ്ഞു നോക്കി നിന്റെ കണ്ണി ഊറ്റി. ഹലോ, ആരാ? എടാ സന്ദീപ, നിന്റെ കണ്ണിനെന്ത് പറ്റിയടാ? നീ ആരാടി? കൊടുക്കടി ഫോൺ എന്റെ മോന്. അവന്റെ കാലിന് ചൊറിക്ക് ഡോക്ടർ പറഞ്ഞ മരുന്ന് കിട്ടിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചപ്പോ നീ എവിടെ വന്ന്? ആരടി? മമ്മിയാണ്. മമ്മിക്ക് മൈഗ്രൈൻ്റെ അസുഖം, മരുന്ന് മേടിക്കാൻ പറഞ്ഞു. സോറി മമ്മി. ആരുടെ
ആർക്കൊക്കെയാടാ മൈഗ്രെയിൻ? തറയാണ്, കറ പോണം. ഇത് സമയമേ പോകത്തുള്ളൂ. എനിക്ക് ഇങ്ങനെ തുടക്കാനാണ്. ഇങ്ങനെ അറിയത്തുള്ളൂ. ഇങ്ങോട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ 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 അമർത്തി തുടയ്ക്കണം, മനസ്സിലായോ? ഇങ്ങനല്ലേ? സ്വന്തം വീടാണെന്ന് തോന്നുന്നെങ്കിലേ കുറച്ചും കൂടെ അമർത്തി തുടച്ചോ. പിന്നല്ലോ. മ്യൂസിക് കൂടെ ഉണ്ടായിരുന്നു, നന്നായിരുന്നു. ആ എന്നാ നീ ഒരു പാട്ട് പാട്. ഛേ, ജോസഫ് ഏട്ടൻ വിളിക്കും, ഞാൻ പാട്ട് പാടാൻ ലജ്ജാവാ. പാട്ടും കൂത്തൊന്നും വേണ്ട, തുടക്കടാ, പണിയെടുക്കടി. അതെ, പണി കുറച്ചുകൂടെ വേഗം നടക്കണമെങ്കിൽ ഞാൻ ഒരു പാട്ട് പാടിയാലേ. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ബേബി ചേച്ചിയും ജോസഫ് ഏട്ടനും കൂടെ പാട്ട് പാടിയാലാണ് നമ്മുടെ അത്. നിങ്ങൾ രണ്ടുപേരും പാട്ട് പാട്. നിങ്ങൾ ഡേറ്റ് പാടുമ്പോ ഞങ്ങൾ പാട്ട് പാടി പാടിയെടുക്കാം. കണ്ണേൻ മുന്നേ കടലും തുള്ളാത്, പെണ്ണേ നാൻ തൂണ്ടിൽ പോട്ടാ മീനും തപ്പാത്. തന്താനേ നാനേ തന്താനേ നാനേ തന്തന്നാനേ ഒട്ടകത്തെ കെട്ടിക്കോ. പെട്ടുപോയാ ഞെട്ടിക്കോ. പെട്ടുപോയാ ഞെട്ടിക്കോന്നല്ല, ഒത്തൊഴിച്ചാ ഒത്തുക്കോ. തൊടടാ. വട്ടവട്ട പൊട്ടുകാരി ഒത്തുകോ, വാവളിച്ചം ഒത്തുക്കോ, വട്ടവട്ട പൊട്ടുകാരി കെട്ടിയ ഒത്തുക്കോ, വട്ടവട്ടം പൊട്ടുകാരി ഒത്തുവച്ച ഒത്തുക്കോ. തൊടടാ, വാവളിച്ചം ഒത്തുക്കോ, വട്ടവട്ടം പൊട്ടുകാരി. ചേച്ചി ഒരു മിനിറ്റ്, ഒരു സെൽഫി എടുത്തോ. ഓ ഓക്കെ. ഓ താങ്ക് യു. ശരി. സാം, ഹായ്. സുഖല്ലേ? സുഖാണ്. കൊറേ നാളായി കണ്ടിട്ട്. എന്താ ഇവിടെ? ഒരു ഫ്രണ്ടെ കാണാൻ വന്നതാ. ഓ ദേ മുടി മുടി. അപ്പൊ ശരി, ശരി. ബൈ. Bye. കാണാം. ഓക്കെ. ഓക്കെ അല്ലേ? നല്ല അവസാനത്തെ മുടി തലോടല്. അപ്പൊ അവിനാഷ് സർ, പടം ചെയ്യുമ്പോ എനിക്കൊരു റോള് ഓക്കെ ആണല്ലോ അല്ലേ? Done.